ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇരുമ്പുപാലം, കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്ത സ്ഥലമാണ് ഇരുമ്പുപാലം. ഇന്നിവിടെ ശ്രീ കെ രാജൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി വരികയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ രംഗം കാണാം. ആ സ്വീകരണ ചടങ്ങിലേക്ക് വന്നിരിക്കുന്ന ആളുകളാണ് ഇതെല്ലാം. മന്ത്രിയെ സ്വീകരിക്കാനും പട്ടയം ഏറ്റുവാങ്ങാനുമായി വന്നിരിക്കുന്ന ഇരുമ്പുപാലത്തെ ജനങ്ങളാണ്. ഇരുമ്പുപാലത്തെ ജനങ്ങൾ ഇന്ന് പൊറുതി കൂട്ടിയിരിക്കുകയാണ് ആനയെ കൊണ്ട് ദിവസേന. അപ്പോൾ ഞങ്ങൾക്ക് പട്ടയം തരികയാണ്. ആ കൂടെ കൃഷിക്കാരായ ഞങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. സ്വാഗതം അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവരെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ശ്രീ രവീന്ദ്രനാഥ്, സബ് കളക്ടർ, വേദിയിലും സദസ്സിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ദിവസം വർഷങ്ങളായിട്ട് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇരുമ്പുപാലം പട്ടയത്തിൻ്റെ വിതരണമാണ് നടക്കുന്നത്. വളരെ സന്തോഷമായിട്ടുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൽ എല്ലാവരും ഒത്തുചേരുകയാണ്. നമ്മുടെ റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോട് കൂടിയിട്ട് ജില്ലയിൽ മുന്നേറുകയാണ്. ജില്ലയിൽ വളരെ വർഷമായിട്ട് പരിഹാരമാവാതിരുന്ന നിരവധി പട്ടയ വിഷയം ഇരുമ്പുപാലത്ത് 21 കുടുംബങ്ങൾക്കും പട്ടയം വിതരണം ചെയ്യാൻ സാധിച്ചത്. പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ജില്ലാതലത്തിൽ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ തഹസിൽദാർക്കും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുകയും പരിഹാരം കാണുകയാണ് നമ്മൾ ചെയ്തത്. ജില്ലയിൽ വിവിധങ്ങളായിട്ടുള്ള പട്ടയ വിഷയങ്ങൾ ഇതുമായിട്ട് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷയത്തിലോട്ട് കടക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ നേരിട്ട് കടക്കുകയാണ്. സ്വാഗതം അർപ്പിക്കാനുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ ഇന്നത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ സാറാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ PP അവരുകളാണ്. അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ അംഗങ്ങൾ, സബ് കളക്ടർ ശ്രീ ADM ശ്രീ മുരളി, തഹസിൽദാർ, അഡീഷണൽ തഹസിൽദാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പട്ടയം കിട്ടുന്ന ആളുകളുടെ സ്ഥലരേഖകൾ
നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ ചിലരുടെ ഭൂമി കിടക്കുന്നത് പഴയ നാഷണൽ ഹൈവേയിലാണ്. പഴയ നാഷണൽ ഹൈവേ. അപ്പോൾ ഇങ്ങനെ പട്ടയം കിട്ടുക? മന്ത്രിക്ക് ഈ റോഡ് വലിച്ചു തരാൻ വല്ല അധികാരമുണ്ടോ? 9 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾക്കും MLA-മാർക്കും മന്ത്രിമാർക്കൊന്നും സാധിക്കാതെ ഇരുന്നത് കൊല്ലൂർ നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ജീവിത സാഫല്യം ആ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നിട്ടുള്ള കളക്ടറെയും കൂടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും എങ്ങനെയാണ് നമുക്കൊന്ന് അഭിനന്ദിക്കുക? ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ സബ് കളക്ടർ അഖിൽ മേനോൻ IAS, നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സാവിത്രി സദാനന്ദൻ, പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സുബൈദ അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ്യ രാജേഷ്, ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ബിജോയ്, പ്രിയപ്പെട്ട ശീലചേച്ചി, ഇതിൽ ഒരു വലിയ നിര ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. റേഡിയം മുരളിയുണ്ട്, അബൂബക്കറുണ്ട്, നച്ചുനേനാനുണ്ട്, മനുവായി ധാരാളമായിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ജീവനുൾപ്പെടെ വലിയ ഒരു സംഘം ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. വളരെ വൈകിയാണ്, മഴയും മറ്റു ചില പ്രയാസങ്ങളും മൂലം ഇത്തിരി വൈകിയാണ് നമ്മുടെ യോഗം ആരംഭിച്ചത്. ഇത് കഴിഞ്ഞാൽ 2:30 മണിക്ക് ഇന്ന് തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരപ്പംപെട്ട് ഉൾപ്പെടെ ഈ മണ്ഡലത്തിൽ വരാൻ പോകുന്ന ടൂറിസം പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചനയും നടത്താനുണ്ട്. ദീർഘമായിട്ടുള്ള 55 വർഷക്കാലം ത്തിലാണ് നമ്മളെല്ലാവരും വന്നു നിൽക്കുന്നത്. പാണഞ്ചേരി വില്ലേജിലെ പീച്ചി ഡാമിന്റെ റിസർവറിന് സമീപത്ത് ഇരുമ്പുപാലത്ത് മുമ്പ് കൈവശം വെച്ചിരുന്ന ഇവിടെ താമസിച്ചിരുന്ന 21 അപേക്ഷകർ അവരുടെ കൈവശത്തിലുള്ള ഭൂമി പതിച്ചു കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ നേരത്തെ സമർപ്പിച്ചതാണ്. എന്നാൽ ഈ ഭൂമി പീച്ചി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ സമീപത്തായതിനാൽ ഈ ഭൂമിയിൽ വില്ലേജ് രേഖകൾ പ്രകാരം പഞ്ചായത്ത് റോഡ് എന്ന് രേഖപ്പെടുത്തി ആ ഭൂമി അങ്ങനെയാണ് ഉൾപ്പെട്ടു വന്നത് എന്നുള്ളത് കൊണ്ടും പട്ടയം നൽകാനുള്ള ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നു. ഈ പട്ടയത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം ഇവിടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളോട് സൂചിപ്പിച്ചു. കേരളത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ ഗവൺമെന്റ് ആരംഭിച്ച എല്ലാവർക്കും ഭൂമി നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ആരാണോ MLA അവർ അധ്യക്ഷന്മാരായി രൂപീകരിക്കപ്പെടുന്ന പട്ടയ അസംബ്ലികളിൽ ഒരു നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളായിട്ടുള്ള മുഴുവൻ പേർക്കും പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വാർഡുകളിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നതുൾപ്പെടെ പട്ടയ വിതരണ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട ഒരു പ്രവർത്തനമായിരുന്നു പട്ടയ മിഷൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളമായിട്ടുള്ള പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തു വരുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2 ഗവൺമെന്റുകളുടെ കാലയളവിൽ 4,995 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. കേരളത്തിൽ ഈ വിതരണം വരുന്ന 6 മാസക്കാലം കൂടി എടുത്ത് 5 ലക്ഷം പട്ടയങ്ങളായി വർദ്ധിപ്പിക്കാനുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ റവന്യൂ വകുപ്പ് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചു പോകുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ഇരുമ്പുപാലത്തെ ആളുകളുടെ പട്ടയ പ്രശ്നം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അത് സജീവമായി ഉയർന്നു വന്നു എന്ന് മാത്രമല്ല, അതിനുശേഷി ഉൾപ്പെടെ പഞ്ചായത്തിലും MLA ഓഫീസിലും താലൂക്ക് ഓഫീസിലുമൊക്കെ തുടർച്ചയായിട്ടുള്ള അന്വേഷണം നടത്താൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രതിനിധികൾ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കൾ ഈ വേദിയുടെ പുറകിൽ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പേരുകളും സൂചിപ്പിച്ചു. കഠിനമായിട്ടുള്ള പ്രയത്നം
അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഒരു മനസ്സായി നിന്ന് ശ്രമിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിന്റെ മേധാവി എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അവസാനം ഇനിയിപ്പോൾ പറയുന്നതുകൊണ്ട് വിരോധമുണ്ടാവില്ല. അവസാനം നമ്മുടെ എൽഎ കമ്മിറ്റി അംഗീകരിച്ചു വന്ന് കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ 21-ൽ 15 പട്ടയങ്ങളായി, 6 പേർ ബാക്കിയുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഈ 6 പേർക്ക് കൊടുക്കാതെ ഇനി 15 പേർക്കായിട്ട് പട്ടയം കൊടുക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിൽ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. സാധാരണ 6 പേരുടെ രേഖകളിൽ റോഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് എന്ന് രേഖപ്പെടുത്തി വന്നാൽ അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് വകുപ്പ്. ബന്ധപ്പെട്ട റോഡിന്റെ ചുമതലക്കാരൻ ആരാണോ, ആസ്തി ആരാണോ, അവരുടെ കൂടി അനുവാദം മേടിക്കും. അത് കുടുങ്ങിക്കിടന്നതിന്റെ വേഗതയിൽ പ്രയാസം ഉണ്ടാകും എന്ന് ഞങ്ങൾ കണ്ടു. ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ജില്ലാ കളക്ടർ തന്നെ ചുമതലപ്പെടുത്തിയ കാര്യം ഇടപെടണം എന്നാവശ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു 48 മണിക്കൂറിനുള്ളിൽ വില്ലേജിന്റെ സ്ഥലത്തേക്ക് എല്ലാ ഡെപ്യൂട്ടി കളക്ടറെയും ജില്ലാ കളക്ടറും ഇതിനി ഇവിടെ കടന്ന് കൈകാര്യം ചെയ്താൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടാകുമോ എന്ന് പേടിച്ച് ഒന്നങ്ങ് തിരുവനന്തപുരത്തോട്ട് അയച്ചാൽ പിന്നെ മേത്തുകൊടില്ല, നമ്മുടെ ഒരു ചുമതലയും കഴിഞ്ഞു, നടക്കാവുന്നതാണോ എന്ന് ചോദിക്കലാണ്. പിന്നെ അങ്ങനെ പോയി നടന്നു വന്നാൽ നമ്മൾ ഏതാണ്ട് കിടപ്പാവും ഇത് കിട്ടുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് അതിന് പോകാനാകില്ല എന്ന കണിശമായിട്ടുള്ള വാശിയും ധാരണയും ജില്ലാ കളക്ടറും കൂടി പുലർത്തിയപ്പോ ഇവിടെ വെച്ചു തന്നെ ആ പ്രശ്നം പരിഹരിച്ച് 15-21 നമുക്ക് വിതരണം ചെയ്യാനായി. ഇത്തിരി നാൾ വൈകി റെഡിയായി തീർന്നിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ, ചോറ് കാലാകാൻ കാത്തിരിക്കും നമ്മൾ, പക്ഷെ കാലായത്തിന്റെ ചൂടാറാൻ കാത്തിരിക്കില്ല. അപ്പോഴേക്കും നമുക്ക് അടിയന്തരമാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ കണ്ണീര് കണ്ട് നമുക്കൊരു പ്രവർത്തനത്തിൽ പോകാൻ പറ്റില്ല. എല്ലാവരും തുല്യരാണ്, അവരെല്ലാം ഒരുപോലെ വന്നതാണ്. പഞ്ചായത്ത് വില്ലേജ് രേഖകളുണ്ടായിരുന്ന ചില പ്രയാസം കൊണ്ട് ഉണ്ടായതാണ് ആ പ്രശ്നങ്ങളെല്ലാം. ഞാൻ ഒരു കാര്യം കർശനമായി എല്ലാവരോടും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു സാധാരണ മനുഷ്യന്റെ